ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 4ാമത്തെ ഇക്കായിയിലെ ജന്നത്ത് കെ ബച്ചെ എന്ന ഫിലിമി ലേഖനമാണ്. ഇത് എഴുതിയത് വിവേക് മേഘതയാണ്. ഫിലിമി ലേഖനം എന്ന് പറഞ്ഞാൽ ചലച്ചിത്ര ലേഖനമാണ്. ജന്നത്ത് കെ ബച്ചെ മീൻസ് സ്വർഗത്തിലെ കുട്ടികൾ. ജന്നത്ത് കെ ബച്ചെ എന്താണ്? സ്വർഗത്തിലെ കുട്ടികൾ. നമുക്ക് ആ ലേഖനത്തിലേക്ക് കടന്നാലോ. ബച്പൻ में मेरा एक बहुत ही अच्छा दोस्त हुआ करता था സമീർ നാം കാ. ബച്പൻ എന്ന് പറഞ്ഞ കുട്ടിക്കാലം. കുട്ടിക്കാലം വളരെ രസകരമായ ഒരു കാലമാണ് അല്ലേ. ബച്പൻ में मेरा एक बहुत ही अच्छा दोस्त हुआ करता था. അതായത് എൻ്റെ കുട്ടിക്കാലത്തെ എനിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്തുണ്ടായിരുന്നു. സമീർ നാം കാ. അവന്റെ പേരെന്താണ്? സമീർ. പതാ നഹീം കഹാം ഹേ വോ ആജിക്കൽ. പതാ നഹീം അറിയില്ല, കഹാം ഹേ വോ ആജിക്കൽ അവൻ എവിടെയാണ് ഇപ്പോൾ എന്ന്, ആജിക്കൽ ഈയിടെ അല്ലെങ്കിൽ ഇന്ന് എവിടെയാണെന്ന് അവനറിയില്ല. പർ ഹാൽ ഹി മേം जब मैंने एक फिल्म देखी तो उससे जुड़ी कुछ ज्यादा मेरे सगन में तासा हो गई. എന്നാലോ ഇപ്പോൾ എപ്പോഴാണോ ഞാൻ, അതായത് ഈ അടുത്ത സമയത്ത് ഞാന് ജബ് മേനെ ഏക്ക് ഫിലിം ദേക്കിത്തോ, എപ്പോഴാണോ ഞാനൊരു ഫിലിം കണ്ടത്, അപ്പോൾ ഉസസെ ജൂഡി കുച്ച് യാദെ മേരെ സഗൻ മേൻ ദാസാ ഹോ ഗയി. എന്താണ്? അവനെ കുറിച്ചുള്ള കുറച്ച് ഓർമ്മകള് എൻ്റെ മനസ്സില് വന്നു, തെളിഞ്ഞു വന്നു. അവന്റെ മനസ്സില്, ആ ലേഖകന്റെ മനസ്സില് തന്റെ സുഹൃത്തായ സമീറിനെ കുറിച്ചുള്ള ഓർമ്മകൾ തെളിഞ്ഞു വന്നു. എന്താ കാരണം? ഒരു ഫിലിം കണ്ടു, അതിനുശേഷമാണ് ഈ ഓർമ്മകൾ വന്നത്. ഉൻ യാദോം കെ ബാരെ മേ ബതാനെ സെ പഹലെ ഉസ് ഫിലിം കെ ബാരെ മേ ബതാത്താ ഹൂം. അതായത് ആ സമീറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുന്നതിന് മുമ്പ് ഞാൻ കണ്ട ആ ഫിലിമിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നു. ഇസ് ഫിലിം കാ നാം ഹേ ചിൽഡ്രൻ ഓഫ് ഹെവൻ. ഈ ഫിലിമിന്റെ പേരാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ. അതായത് ജന്നത്ത് കെ ബച്ചെ, സ്വർഗത്തിലെ കുട്ടികൾ. ജന്നത്ത് കെ ബച്ചെ एक ഇറാനി ഫിലിം ഹേ. ഇതൊരു ഇറാനി ഫിലിമാണ്. ഇസ് ഫിലിം കെ മുഖ്യ കിർദാർ ഹേ അലി और സാഹറ നാമക് ദോ ബച്ചെ. കിർദാർ എന്ന് പറഞ്ഞ കഥാപാത്രം. ഈ ഫിലിമിലെ, ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളും അലിയും സാഹറയും എന്ന് പറയുന്ന 2 കുട്ടികളായിരുന്നു. ആരൊക്കെയാണ്? ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ഫിലിമിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. കിർദാർ കോൻ ഹേ? അലി और സാഹറ. ഫിലിം ശുരു ഹോത്തി ഹേ ബാസാർ കെ ഏക് ദൃശ്യ സെ. ആ സിനിമ തുടങ്ങുന്നത് എങ്ങനെയാണ്? ശുരു ഹോത്തി ഹേ തുടങ്ങുന്നത് ബാസാർ കെ ഏക് ദൃശ്യ സെ, ഒരു അങ്ങാടി ദൃശ്യം, അതായത് ഒരു മാർക്കറ്റിലെ ദൃശ്യത്തോടു കൂടിയാണ് ആ ഫിലിം തുടങ്ങുന്നത്. യഹാ അലി ഏക് മോച്ചി കി ദുകാൻ പർ ഖടാ. അവിടെ അലി ഒരു മോച്ചി കി ദുകാൻ, മോച്ചി എന്ന് പറഞ്ഞാൽ ചെരുപ്പൂത്തിയുടെ കടയിൽ പർ ഖടാ അവിടെ നിന്നിട്ട് അപ്പനി ബഹൻ സാഹറ കെ പുരാനെ ജൂത്തെ മർമത്ത് കർവാ രഹാ ഹേ. അലി ഒരു ചെരുപ്പൂത്തിയുടെ കടയിൽ നിന്നിട്ട് തന്റെ സഹോദരി സാഹിറയുടെ പുരാനെ ജൂത്തെ, പഴയ ചെരുപ്പ്, അതിന്റെ മർമത്ത് എന്ന് പറഞ്ഞ കേടുപാട് കർവാ രഹാ ഹേ, കേടുപാട് തീർക്കുകയായിരുന്നു. ആകെ കോത്തായു ഹേ कि घर आते समय गलती से वे जूते अली से कहीं खो जाते हैं. എന്താണ്? ആകെ, അങ്ങനെ ചെരുപ്പ് നന്നാക്കി. ആകെ ഹോത്താ ഹ്യൂം ഹേ, ആകെ ഹോത്താ, അതായത് പിന്നീട് എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചെന്ന് നോക്കൂ. ഘർ ആത്തെ സമയ, ഘർ
വീട്ടിൽ പോകുന്ന സമയത്ത് വരുന്ന സമയത്ത് ഗൽത്തി സെ വേ ജൂത്തെ അലി സെ കഹിം ഖോ ജാത്തെ ഹേ. അലിയുടെ കയ്യിൽ നിന്നും ആ ചെരുപ്പ് വീട്ടിലേക്ക് വരുമ്പോൾ ആ ചെരുപ്പ് അലിയുടെ കയ്യിൽ നിന്ന് എവിടെയോ നഷ്ടപ്പെടുന്നു. ഖോ ജാത്തെ ഹേ, എവിടെയോ നഷ്ടപ്പെടുന്നു. ഓ പരേശാൻ ഹോത്താ ഹേ, അവൻ വിഷമിക്കുന്നു. ബഹുത്ത് ढूंढता है, അവൻ വിഷമിക്കുന്നു. അതോടൊപ്പം അവൻ വളരെയധികം അന്വേഷിക്കുന്നു. ബഹുത്ത് ढूंढता है पर जूते नहीं मिलते, എന്നാലോ അവന് ജൂത്ത കിട്ടിയില്ല. അപ്പൊ അവൻ ഒരു ചെരുപ്പ് ദൃശ്യം തുടങ്ങുന്ന ദൃശ്യം ഒരു മാർക്കറ്റിന്റെയാണ്. അലി ആ മാർക്കറ്റിലെ ഒരു ചെരുപ്പ് കുത്തിയുടെ സമീപത്ത് നിന്ന് തന്റെ സഹോദരിയുടെ പഴയ ചെരുപ്പ് കേടുപാടുകൾ തീർക്കുകയായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ആ ജൂത്ത നഷ്ടപ്പെടുന്നു. അവൻ വളരെയധികം പരേശാൻ ഹോത്താഹേ, അവൻ വിഷമിക്കുന്നു. പിന്നെ ടൂണ്ടിത്താഹേ, വളരെയധികം അന്വേഷിക്കുന്നു. പർ ജൂത്തെ നെഹി മിൽത്തെ, എന്നാലോ ജൂത്ത കിട്ടിയില്ല, ചെരുപ്പ് കിട്ടിയില്ല. അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ നഷ്ടമായതാണ് അല്ലേ, അവന് ചെരുപ്പ് കിട്ടിയില്ല. ആഖിർ, പക്ഷേ ചെരുപ്പ് ആഖിർ കാർ ബഡേഹി ബൂച്ചേ മൻസേ അപ്പനെ ഘർ പഹുഞ്ചിത്താ ഹേ. ആഖിർ ഖാർ, അവസാനം അവൻ എന്ത് ചെയ്യുന്നു? ബഡേഹി ബൂച്ചേ മൻസേ അപ്പനെ ഘർ പഹുഞ്ചിത്താ ഹേ ജഹാൻ സാഹ്റ ഉസ്കാ ഇന്തസാർ കർ രഹി ഹേ. വളരെയധികം അന്വേഷിച്ചു, എന്നിട്ടും ചെരുപ്പ് കിട്ടിയില്ല. പക്ഷേ ചെരുപ്പ് ലഭിക്കുന്നുമില്ല. അവന് വീട്ടിൽ പോവുകയും വേണം. അവസാനം അവൻ വളരെയധികം ഭാരമുള്ള മനസ്സോടുകൂടി, ബുച്ഛേ മൻ എന്ന് പറഞ്ഞ ഭാരമുള്ള മനസ്സ്, അതായത് ദുഃഖത്തോടുകൂടി തൻ്റെ കയ്യിൽ നിന്നും ചെരുപ്പ് നഷ്ടമായി. തൻ്റെ സഹോദരിയുടെ ചെരുപ്പാണ്, അത് നഷ്ടമായിരിക്കുന്നു. ആ വിഷമത്തോടുകൂടി ഭാരത്തോടുകൂടി അവൻ അപ്പനെ ഘർ പഹുഞ്ചിത്താകെ അവിടെ എത്തിച്ചേരുകയാണ്, വീട്ടിൽ എത്തിച്ചേരുന്ന. അപ്പൊ വീട്ടിൽ എന്താണെന്ന് നോക്കി, അവിടെ എന്താണ്? ആ സാഹിറ അവനെ അലിയെയും പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. സാഹിറ എന്ത് ചെയ്യായിരുന്നു? അലിയെയും പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആ സാഹിറയുടെ അടുത്തേക്ക് അലി എന്ത് ചെയ്യുന്നു? ചെരുപ്പില്ലാതെ അവിടേക്ക് വരികയാണ് അല്ലേ, ചെരുപ്പില്ലാതെ വരുന്നു. ജൂത്തെ ഗും ഹോ ജാനെ കി ബാത്ത് സുൻകർ വഹു ഉദാസ് ഹോ ജാതി ഹേ. എന്നിട്ട് അവൻ ആ കഥയെല്ലാം അവളോട് പറഞ്ഞു. അവൾക്ക് വിഷമമുണ്ടായി. പറേഹ് സോച്ചിക്കർ കി ഘർമേൻ തോ നയേ ജൂത്തോം കേലിയേ. അപ്പോഴാണ് അവള് ഇത് ചിന്തിച്ചത്, വീട്ടില് പുതിയ ചെരുപ്പിനുള്ള പൈസയില്ല. നയേ ജൂത്തോം കേലിയേ പൈസ തോ ഹേ നഹീം. അലി വന്ന് സാഗരയുടെ കഥകളൊക്കെ പറഞ്ഞെങ്കിലും അവൾ ആലോചിക്കുകയാണ്, എന്താണ്, പുതിയ ചെരുപ്പ് വാങ്ങാൻ വീട്ടിൽ പൈസയില്ല. और जूते घूमने की बात जानकर അലി കോ സസ മിൽ സക്തി ഹേ. എന്താ ചെയ്തത്? കാര്യം അറിഞ്ഞിട്ട് അലിക്ക് ശിക്ഷ ലഭിക്കും. ഇത് വീട്ടിൽ അറിഞ്ഞാൽ അലിക്ക് ശിക്ഷ ലഭിക്കും. പുതിയ ചെരുപ്പ് വാങ്ങാനുള്ള പൈസയുമില്ല. അപ്പനെ അമ്മി അമ്പൂക്കോ കുച്ചിനകീം ബദാത്തി, അവർ രണ്ടുപേരും അമ്മയോടും അബ്ബൂക്കോ, അബ്ബു എന്ന് പറഞ്ഞ അച്ഛനോട് ഒന്നും തന്നെ പറഞ്ഞില്ല. ആര്? അലി और സാഹിറ. कारण क्या है? नए जूते के लिए पैसा नहीं है और बात जानकर അലി को ससा मिल सकती है. അതായത് ഈ കഥ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അലിക്ക് എന്തായാലും സസ കിട്ടും, അതായത് ശിക്ഷ ലഭിക്കും. അത് മാത്രമല്ല, പുതിയ ചെരുപ്പ് വാങ്ങാൻ അവരുടെ വീട്ടിൽ പൈസയുമില്ല. അതുകൊണ്ട് പേരൻസിനെ അറിയിക്കാതെ അവർ രണ്ടുപേരും വളരെ രഹസ്യമായിട്ട് വെച്ചു ഈ കാര്യം. दोनों आपस में सलाह कर एक तरकीब निकालते हैं कि वे दोनों अली के जूतों को मिल बांट कर इस्तेमाल करेंगे.
എന്നാൽ അവർ രണ്ടുപേരും കൂടി ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? അലിയുടെ ജൂത്ത രണ്ടുപേരും കൂടെ വീതിച്ച് ഉപയോഗിക്കാമെന്ന് തീരുമാനമെടുക്കും. അലിക്ക് ജൂത്തെ സാഹിറ കെ ലിയെ ദോടെ ബഡേ ഹോ തോ पर इससे क्या ताई होता है क्या? അതായത് അലിയുടെ ജൂത്ത സാഹിറയ്ക്ക് വളരെ വലുതായിരുന്നു, കുറച്ച് വലുതായിരുന്നു. പക്ഷേ പറിസസേ എന്നാൽ ഇതിൽ എന്താണ്? ഇത്തിരി വലുതായാലും പ്രശ്നമില്ല, ഇവിടുത്തെ ആ ഒരു പ്രശ്നം പരിഹരിച്ചാൽ മതി. തൈ ഹോത്താഹേക്ക് പഹലേ എങ്ങനെയാണ് അവർ തീരുമാനം എടുത്തത്? തൈ ഹോത്താഹേ തീരുമാനിച്ചത് എങ്ങനെയാണ്? പഹലേ സാഹിറ സുബഹ്കെ സമയേ ജൂത്ത പഹൻകർ സ്കൂൾ ജായേഗി. അതായത് രാവിലത്തെ സമയം സാഹിറ ആ ജൂത്ത ധരിച്ചിട്ട് ഷൂ ധരിച്ചിട്ട് സ്കൂളിൽ പോകും. और फिर दोपहर के समय അലി ഉനേം പഹൻകർ സ്കൂൾ ജായേഗ. അതായത് ആദ്യം രാവിലെ സാഹിറ ധരിച്ചിട്ട് പോകുന്നു, ഉച്ചയ്ക്ക് ശേഷം അലി ധരിച്ച് സ്കൂളിൽ പോകുന്നു. അങ്ങനെയാണ് അവർ തീരുമാനമെടുത്തത്. लेकिन दोनों की बनाई एक तरकीब हर रोज की उनके लिए एक नई परेशानी खड़ी कर देती है. എന്നാൽ ഈ തീരുമാനം അവരില് പല പ്രശ്നങ്ങളും ഉണ്ടായി. രണ്ടുപേരും ഉണ്ടാക്കിയ ഉപായം ഓരോരോ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പരേശാനിയും വിഷമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അവരുടെ മനസ്സിൽ. കള്ളം പറഞ്ഞതല്ലേ? अपने अम्मी अम्बू और टीचरों से इस बात को छुपाने की जद्दोजहद में अली और साहरा की यह कहानी कई सुंदर रास्तों तो गुजरती है. അതായത് രണ്ടുപേരെയും അമ്മയോടും അച്ഛനിൽ നിന്നും ടീച്ചർമാരിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചത് കൊണ്ട് അവരുടെ മനസ്സില് സംഘർഷം ജദ്ദോസ്കദ് ഉണ്ടാകുകയും साहिरा की अली और साहिरा की यह कहानी कई सुंदर रास्तों से गुजरती है. ഇവരുടെ മനസ്സിലുണ്ടായ സംഘർഷത്തില് അലിയും സാഹിറയും തമ്മിലുള്ള ഈ കഥ വളരെ സുന്ദരമായ വഴിത്തിരിവിലൂടെ പോകുന്നു.